ഹലോ ഫ്രണ്ട്സ്, മമ്മൂക്ക ഒരു കോഴിക്കാല് കടിച്ച് പറിച്ച് വലിച്ചതിനാണോ ഒരു അവാർഡ് കൊടുത്തത്? ഏ മമ്മൂക്ക ഒരു കോഴിക്കാല് കടിച്ച് പറിച്ച് വലിച്ച് തിന്നതിനാണോ ഒരു അവാർഡ് കൊടുത്തത് എന്ന് ചോദിച്ച ടീമാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ ബ്രഹ്മയുഗത്തിലെ കാര്യമാണ്. ബ്രഹ്മയുഗത്തിൽ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ മാസ് ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. അപ്പൊ ആ മമ്മൂക്കാടെ ബ്രഹ്മയുഗത്തിന് എന്തിനാണ് ഒരു കോഴിക്കാല് കടിച്ചു പറിച്ചതിന് അവാർഡ് കൊടുത്തത് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയത് തന്നെ കളിയാക്കിയിരുന്ന ഒരു ടീമുണ്ട്. അപ്പൊ അങ്ങനെ കളിയാക്കിയ സിനിമ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. മമ്മൂക്ക കോഴിക്കാല, ആട്ടുംകാല, പോത്തുംകാല എന്ത് വേണമെങ്കിലും കടിച്ചു പറിച്ചോട്ടെ. അതിൽ വരുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൽ വരുന്ന ഭാവങ്ങൾ, അതിൻ്റെ സംസാര ശൈലി, ഇതൊക്കെ അതിലെ പ്രധാന ഘടകങ്ങളാണ്. അപ്പൊ ആ സിനിമ എത്തി നിൽക്കുന്നത് ഓസ്കാർ വേദിയിലാണ്, ഓസ്കാർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഒരു പ്രത്യേകതരം കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരേ ഒരു സിനിമ, എവിടെ നിന്ന്? ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത് അത് മമ്മൂക്കയുടെ ബ്രഹ്മയുഗമാണ്. അപ്പോൾ കോഴിക്കാല് കടിച്ചു പറിച്ചതിന് അവാർഡ് കൊടുത്തത് എന്ന് ഇപ്പോൾ ഓസ്കാറിന്റെ ടീമുകൾക്ക് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം. അവരിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കോഴിക്കാല് കടിച്ചു പറിച്ച സിനിമക്കാവോ ഇപ്പോൾ ഈ ഓസ്കാർ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ അവിടെ പ്രദർശനാനുമതി ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കഥ? ഇവിടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. ഇനിയിപ്പോൾ അടുത്ത കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ക്ഷണം കിട്ടിയിരിക്കുകയാണ് നമ്മളെ മമ്മൂക്കാക്കും അതിൻ്റെ സംവിധായകനും. അത് ചില്ലറ കാര്യമാണോ? ഒരു ഓസ്കാർ വേദിയിലേക്ക് അല്ലെങ്കിൽ ഓസ്കാറിൻ്റെ ഈ ടീമിലേക്ക്, ചടങ്ങിലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ക്ഷണം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു അവാർഡ് വേറെ കിട്ടാനില്ല. കാരണം കേരളത്തിൽ ഒതുങ്ങുന്നതല്ല ഈ ഓസ്കാർ എന്ന് പറയുന്ന സാധനം, ഇന്ത്യയിൽ ഒതുങ്ങുന്നതല്ല ഓസ്കാർ എന്ന് പറയുന്ന സാധനം. അത് വേൾഡ് ഒന്നാകെ ഉള്ളൊരു പ്രത്യേക പുരസ്കാരം. അതായത് ലോകമെമ്പാടും നൽകുന്ന, ലോകത്തുള്ള എല്ലാ നടന്മാരെയും നടികളെയും അല്ലെങ്കിൽ എല്ലാ അഭിനേതാക്കൾക്കും അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രത്യേകതരം അവാർഡാണ് ഓസ്കർ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു അവാർഡിന് അർഹനാവുക അല്ലെങ്കിൽ ആ ഒരു അവാർഡിന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പരം വലിയൊരു അവാർഡ് കിട്ടാനില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ അവാർഡിലേക്ക് സ്പെഷ്യലായിട്ട് ക്ഷണിക്കുക, അല്ലെങ്കിൽ ആ അവാർഡിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രദർശനത്തിന് ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അഭിനേതാവിനെയും അതുപോലെ തന്നെ അതിൻ്റെ സംവിധായകനെയൊക്കെ ക്ഷണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ സ്വപ്നം കാണുന്നതിലപ്പുറം എന്നൊക്കെ പറയേണ്ടി വരും. ആ നിലക്കാണ് ഇപ്പോൾ നമ്മൾ മലയാള സിനിമയുടെ മുത്ത് മമ്മൂക്ക നേടിയെടുത്തത്. ഒരുപാട് അഭിനയ പ്രതിഭകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ മലയാള സിനിമ. ഒരുപാട് അഭിനയ പ്രതിഭകൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു തിരഞ്ഞെടുത്തൊരു വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ട്, ബ്രഹ്മയുഗം എന്ന സിനിമയിലെ അഭിനയം കൊണ്ട് പൊതുവേ മമ്മൂക്ക ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും വെറൈറ്റി കഥാപാത്രങ്ങളാണ് ഉണ്ടാവുക. അതായത് ഇതിലെ കഥാപാത്രം ആവില്ല അതിലെ കഥാപാത്രം ആവില്ല ഒക്കത്തിലും ഓരോ വെറൈറ്റി സംഭാവന ചെയ്യുന്ന, അല്ലെങ്കിൽ വെറൈറ്റിയിലൂടെ അഭിനയിക്കുന്ന, വെറൈറ്റി കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് നമ്മുടെ മമ്മൂക്ക. അപ്പോൾ ആ മമ്മൂക്കയുടെ സിനിമയെ പറ്റി പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തിറങ്ങിയ കളങ്കാവല് വൻ വിജയം കൈവരിച്ച സിനിമയാണ്. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം വളരെ ചെറിയ മുതൽ മുടക്കിൽ
വലിയ ലാഭം നേടിയ ഒരു സിനിമയാണ് എന്ത് ഈ കളങ്കാവൽ എന്ന് പറയുന്നത്. അപ്പോൾ കളങ്കാവലിന് അവാർഡ് കിട്ടില്ലേ എന്നുള്ളതല്ല ഇവിടെ ചർച്ച. ഇവിടെ ഓസ്കർ യൂണിവേഴ്സിറ്റിയിലേക്ക് മമ്മൂക്കയുടെ സിനിമ പ്രദർശനാനുമതി അല്ലെങ്കിൽ അതിലേക്ക് തിരഞ്ഞെടുത്ത് എന്ന മഹാഭാഗ്യം മലയാളികൾക്ക് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. അവിടെ ആ സിനിമ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ആദ്യമായിട്ട് ഒരു സിനിമ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ പരം വലിയ ഒരു അഭിമാനം മലയാളികൾക്കില്ല. അത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. മലയാളികൾക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും നൽകുന്ന വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ കോണിലും മലയാളികളുണ്ട്. മലയാളത്തിൽ നിന്നൊരു മഹാനടൻ്റെ ഒരു സിനിമ അങ്ങ് ഓസ്കർ യൂണിവേഴ്സിറ്റീസിൽ പ്രദർശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രദർശനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് തന്നെയാണ്. അതും ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയല്ല. അപ്പം മമ്മൂക്കയുടെ വെറൈറ്റി അഭിനയങ്ങൾ ഇനിയും വരും. അപ്പോൾ ക്ഷണം സ്വീകരിച്ച് മമ്മൂക്കയും അതുപോലെ തന്നെ അതിൻ്റെ സംവിധായകനും ബ്രഹ്മയുഗത്തിൻ്റെ സംവിധായകനും ക്ഷണം സ്വീകരിച്ച് എന്തായാലും ഓസ്കർ അവാർഡിൻ്റെ ആ യൂണിവേഴ്സിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് പോകും. അതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസും പിക്ചേഴ്സൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കതിലുള്ള സന്തോഷം അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ദിവസത്തിനായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.